ഹലോ ഗൈസ്, നമസ്കാരം. അങ്ങനെ ഒരു പടം കണ്ടിട്ട് വന്നു. ഇന്നലെയാണ് കണ്ടത് കേട്ടോ. സത്യം പറഞ്ഞ വൈകിപ്പോയത്. ഇവിടെ 16-ാം തീയതി റിലീസായതാണ്. പക്ഷേ ഞാൻ ഇന്നലെയാണ് ഇത് കാണുന്നത്. ഏലിയൻ റോമുലസ് എന്നാണ് സിനിമയുടെ പേര്. പൊള്ളി പടം. ഓഫ് മാൻ, നിങ്ങൾ ഏലിയൻ ഫ്രാഞ്ചൈസ് കണ്ടിട്ടുള്ളൊരു വ്യക്തി, അതായത് റിഡ്ലി സ്കോട്ട് എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളിയുടെ ഐ തിങ്ക് തുടക്ക സമയത്തിലുള്ള പടം അത്. ഈ ഏലിയൻ സീരീസ് ഡയറക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ കിടിലങ്ങളാണ്. ഒന്ന് പുള്ളി, പിന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത് ജെയിംസ് കാമറൂൺ, മൂന്നാമത്തെ പാർട്ട് ചെയ്യുന്നത് ഡേവിഡ് ഫിഞ്ചർ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സാധനം വന്നിട്ടുണ്ട്. പ്രൊമീത്തിയസ് എന്നൊക്കെ പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഏലിയൻ വെസസ് പ്രെഡേറ്റർ എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അല്ലാത്ത ഈ ഫ്രാഞ്ചൈസിൽ ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഏലിയന് ശേഷം എനിക്ക് ഫസ്റ്റും തേർഡും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അതിനുശേഷം മാൻ, ഒരു 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 സ്പേസ് ട്രാവൽ ഹൊറർ ജോൺറയിൽ ഇത്ര മനോഹരമായിട്ടും, അത് എടുത്തു പറയേണ്ടത് സൗണ്ട് ഡിസൈൻ, VFX, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്ന ജോലി. അതായത് റസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ, ക്ലിക്കി മറ്റേ ബട്ടൺസ്. ഒരു സീനുണ്ട്, ഫസ്റ്റ് സീൻ തന്നെ ഒരു ബട്ടൺസ് ഒക്കെ ഇങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യുന്നതായിട്ടാണ്. എന്തൊരു മേക്കിംഗ് ഇടോ, എന്ത് പടം അവിടെ എടുത്ത് വെച്ചേക്കണം. ഞാൻ എൻ്റെ കിളിയോ, ഞാൻ മറ്റേ IMAX കാണുന്നുണ്ടോ, ഇതിൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾക്കിത് IMAXിൽ കാണാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഡോണ്ട് മിസ് ദിസ് മൂവി ഇൻ IMAX. ഇറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ്. എനിക്ക് വേറെ ഒന്നും പറയില്ല. എന്ത് രസമായിട്ടാണ് ഈ പടം എടുത്ത് വെച്ചേക്കണം. എനിക്ക് ആകെ ഇതിൽ അങ്ങോട്ട് പിടിക്കാതെ പോയത് അവസാനത്ത്, അതായത് ഒരു പോയിന്റിൽ ഈ പടം നിന്നെന്ന് തോന്നിയ സ്ഥലത്തുനിന്ന് പിന്നെ ഒരു ടൈലൻഡ് പോലെ ഒരു കുറച്ച് ഭാഗവും കൂടെ ഒരു 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 അബോമിനേഷൻ, അതായത് ഏലിയൻ്റെയും മനുഷ്യക്കുഞ്ഞിൻ്റെയും ഒരു അബോമിനേഷൻ്റെ ഒരു സാധനമൊക്കെ പറഞ്ഞ് അത് എനിക്കൊണ്ട് പുള്ളി ഒരു ഹൊറർ ജോൺറൊക്കെ എടുക്കുന്ന ഡയറക്ടർ. ഈ ഡയറക്ടറിൻ്റെ പേര് ഫെയ്ഡ് ആൽവറസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. പുള്ളിയാണ് നമ്മുടെ ഡോൺ ബ്രീത്തൊക്കെ സംവിധാനം ചെയ്തത്. മിക്കവാറും അയാൾ പറഞ്ഞ് തന്നിക്കാണ് അയാളുടെ ഒരു കയ്യൊപ്പ് ഇതിൽ വേണമെന്ന്. അതല്ലാതെ തന്നെ അത്യാവശ്യം ഹൊറർ സാധനങ്ങളൊക്കെ അങ്ങനെ നല്ല കീഴിലായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ ഞാൻ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏലിയൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ പടം എന്നുള്ളൊരു ഫീലാണ് നമുക്ക് പടം തരുന്നത്. മനസ്സിലായില്ല? അടിപൊളി എന്ന് പറഞ്ഞാൽ ഗംഭീരം. മാൻ, മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഇത് ഒരു ചെറിയ സ്ക്രീനിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വെറും ഒന്നും തോന്നില്ല നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ സാധനം തിയേറ്ററിൽ കണ്ടാൽ മാൻ, വേറെ ലെവൽ ഫീലാണ് ഈ സിനിമ തരണത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കിടുങ്ങും അവിടെ ഇരുന്ന്. കിടുകിടാന്ന് കിടുങ്ങും. അത് നല്ല സൗണ്ട് സിസ്റ്റമൊക്കെ ഉള്ള സെറ്റാണെങ്കിൽ ഉണ്ടല്ലോ, ചില സ്പേസും ഇതൊക്കെ ആയിട്ട് ആകുമ്പോൾ ഒരു സൗണ്ട് മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണ് ഞാൻ ഇങ്ങനെ ട്വിറ്ററിലിട്ടപ്പോൾ ഒരുത്തം പറഞ്ഞ് ഡ്യൂണിനാണ് സൗണ്ട് ഡിസൈൻ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഡ്യൂണിനെക്കാട്ടിലും എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഈ സിനിമ ത്രൂ ഔട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് സൗണ്ട് ഡിസൈനും അതേപോലെ സെറ്റ് വർക്കൊക്കെ അടിപൊളി പടം. അടിപൊളി എന്ന് പറഞ്ഞാൽ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച്. അത് ഹൊററാണ്, മറ്റേ ജംപ് സ്കെയർ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം. ഞാൻ പറഞ്ഞാൽ സ്ത്രീ 2 കാണുന്നതിനെക്കാട്ടിൽ ഇത് കാണുന്നതാണ് നല്ല. ഞാൻ സ്ത്രീ 2 കണ്ടത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല പടം. ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയൊന്നും വന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക, വെറുതെ ടിപ്പിക്കൽ രാജ്കുമാർ റാവു, അയാൾ തമാശയും മറ്റേ അവൾ വണ്ടർ വുമണെ പോലെ മുടിയും ചുറ്റിയൊക്കെ പറഞ്ഞു. എനിക്കൊട്ടും അത് അങ്ങോട്ട് എന്തോ പോലത്തെ ഒരു പടം. അക്ഷയകുമാറും അപ്പോൾ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കണ്ടാൽ കിടുങ്ങൂടെ. തിയേറ്ററിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ കണ്ണും വീഴ്ച, നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കൂല. ഈ പടം ഇങ്ങനെ ഇരിക്കും, ഗംഭീരം കണ്ടു. ഇവന് നല്ല ഇയാൾ വേറെ ലെവൽ ഡയറക്ടറുടെ ഈ ഫെയ്ഡ് ആൽവറസ് എന്ന് പറഞ്ഞാൽ പൊളി മനുഷ്യൻ, പൊളി. ഒന്നും പറയാനില്ല. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഈ സിനിമ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ പറയാം, ഒരുപാട് ആൾക്കാർ 66 പേരൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് ക്രെഡിറ്റ് കൊടുത്തേക്കുന്നത്. അത് 61 ആയിരിക്കില്ല. സംഭവ പടം ലവ്ഡ് ഇറ്റ്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയുക.